ഹായ് ഹലോ ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും ഈ അറബിക് ഡിഷസൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ. അപ്പോഴേ ഇനി നമ്മൾ അറബിക് ഡിഷസൊക്കെ വീട്ടിൽ വാങ്ങിക്കുന്ന സമയത്ത് ചട്നിക്ക് വേണ്ടിയിട്ട് നമ്മൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നമുക്ക് വളരെ ക്വിക്കായിട്ട് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരൈറ്റമാണ് ഇത്. ഇതാണെങ്കിലേ നമുക്ക് ഉണ്ടാക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ വെച്ച് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കുറച്ച് പേർക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ അറിയായിരിക്കും, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോഴേ നിങ്ങളുടെ ഈ അറബിക് ഫുഡൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു കൂട്ടുകാരുണ്ടാവുമല്ലോ, അവർക്ക് ഇതൊന്ന് അയച്ചു കൊടുത്തേക്കണേ. അപ്പോഴേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഇവിടെ ഒരു മിക്സ്ഡ് ജാറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചോപ്പറില്ലേ, അതാണെങ്കിലും എടുത്താൽ മതി. ഞാനിവിടെ മിക്സ്ഡ് ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ടെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവേ. പിന്നെ ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2 പച്ചമുളകാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ടാൽ മതി. ഞാനാണെങ്കിൽ 2 ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് അതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു വെളുത്തുള്ളിയും കൂടി എടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ഇടുന്നതാണ്. അപ്പോൾ അത് എത്രയും കൂടി എടുത്തിട്ട് വെള്ളം ഒന്നും ചേർക്കേണ്ട, ഡയറക്റ്റായിട്ട് ഇതിനെ നമുക്ക് മിക്സി വെച്ച് ഒന്ന് പേസ്റ്റാക്കി കൊണ്ടുവരാമേ. അപ്പോൾ ഇത് പേസ്റ്റായി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാവേ. ഇനിയേ ഇതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 1/2 സ്പൂണ് വിനാഗിരിയാണ്. അപ്പോൾ വിനാഗിരിയും കൂടി ഒഴിക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് വിനാഗിരിയും കൂടി ഒഴിക്കുന്നത്. അപ്പോൾ വിനാഗിരിയും കൂടി ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇത് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിരിക്കും. നമുക്ക് മന്തിയുടെ കൂടെയോ കപ്സയുടെ കൂടെയോ അല്ലെങ്കിൽ അറബിക് ഡിഷസ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചട്നിയാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.